ദമാം അൽഹസയിൽ കഴിഞ്ഞ ദിവസം വാഹനാപകടത്തിൽ മരിച്ച 3 മലയാളികളിൽ ഒരാളുടെ മൃതദേഹം മറവ് ചെയ്തു. 2 പേരുടെ മൃതദേഹങ്ങൾ അടുത്ത ദിവസം നാട്ടിലെത്തിക്കും. മരിച്ച 3 പേരുടെയും നടപടികൾ പൂർത്തിയായി. പാലക്കാട് കൽമണ്ഡപം സ്വദേശി ഫിറോസ് ഖാന്റെ മൃതദേഹമാണ് ഇന്ന് അൽഹസയിൽ മറവ് ചെയ്തത്. മറ്റ് 2 പേരുടെയും മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കും. ഇതിൽ കണ്ണൂർ പാപ്പിനിശ്ശേരി സ്വദേശി സിയാദ് പൂവൻകുളം തോട്ടത്തിലിന്റെ മൃതദേഹം ഇന്ന് രാത്രി ഇത്തിഹാദ് എയർവേസിൽ നാട്ടിലേക്ക് അയക്കും. നാളെ പുലർച്ചെ കോഴിക്കോട് വിമാനത്താവളത്തിലെത്തുന്ന മൃതദേഹം ബന്ധുക്കൾ ഏറ്റുവാങ്ങും. മരിച്ച 3ാമത്തെ ആൾ മൂവാറ്റുപുഴ സ്വദേശി അനിൽ തങ്കപ്പന്റെ മൃതദേഹം നടപടികൾ പൂർത്തിയായെങ്കിലും ഇദ്ദേഹത്തിന്റെ പേരിൽ വാഹനമുള്ളതിനാൽ ഇന്ന് എക്സിറ്റ് ലഭിച്ചില്ല. നാളെ ഇതുകൂടി പൂർത്തീകരിച്ച് മൃതദേഹം നാട്ടിലെത്തിക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രിയോടെയാണ് ഇവർ സഞ്ചരിച്ചിരുന്ന കാർ ട്രെയിലറുമായി കൂട്ടിയിടിച്ച് അപകടം നടന്നത്. 3 പേരും സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കുന്നതിന് ദമാമിലെയും അൽഹസയിലെയും സാമൂഹ്യ പ്രവർത്തകർ നേതൃത്വം നൽകി. മീഡിയ 1 ദമാം.